ആചാര്യ ചാണക്യൻ ഒരിക്കൽ പറഞ്ഞു, ഒരു വ്യക്തിയുടെ ശക്തി അവരുടെ മനസ്സിൻ്റെ ആഴങ്ങളിലാണ് എന്ന്. എന്താണ് ഒരു സ്ത്രീയുടെ ഉള്ളിലെ വികാരങ്ങളെ ഉണർത്തുന്നത്? ഒരു സ്നേഹനിർഭരമായ വാക്കോ, ഒരു ധൈര്യമുള്ള തീരുമാനമോ, അല്ലെങ്കിൽ സ്വന്തം കഴിവുകളെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവോ? വില്ലേജ് ലൈറ്റിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ സ്ത്രീകളെ ഉണർത്തുന്ന, അവരെ വൈകാരികമായി ജ്വലിപ്പിക്കുന്ന 8 ഘടകങ്ങൾ ആചാര്യ ചാണക്യൻ പകർന്നു നൽകിയ ജ്ഞാന വെളിച്ചത്തിൽ വിശകലനം ചെയ്യുന്നു. ഒന്നാമതായി, ആത്മാർത്ഥമായ സ്നേഹം. ആചാര്യ ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു, വിശ്വസ്ത ബന്ധങ്ങൾ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ശക്തിയാണെന്ന്. ആത്മാർത്ഥമായ സ്നേഹം ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ വെളിച്ചമായി നിറയുന്നു. ഒരമ്മയുടെ സ്നേഹനിർഭരമായ വാക്കുകൾ, ഒരു സുഹൃത്തിൻ്റെ ചെറിയ പ്രോത്സാഹനം, ഇവയ്ക്കൊരു സ്ത്രീയുടെ മനസ്സിനെ ഉയർത്താനുള്ള ശക്തിയുണ്ട്. ഒരു യുവതിക്ക് തൻ്റെ കുടുംബത്തിൻ്റെ പിന്തുണയോടെ ഏത് പരീക്ഷയിലും വിജയിക്കുവാൻ സാധിക്കുന്നു. ഈ സ്നേഹം ഒരു സ്ത്രീയെ ധൈര്യത്തോടെ മുന്നോട്ട് നയിക്കുന്നു, എന്തും ചെയ്യാൻ പ്രാപ്തയാക്കുന്നു. ബലഹീന എന്ന് കരുതപ്പെടുന്ന അവളുടെ ഉള്ളിൽ ജ്വലിക്കുന്ന പ്രണയം മരണത്തിനു മുമ്പിലും പതറാതെ നിൽക്കാൻ മാത്രം ശക്തമാണ്. ബന്ധങ്ങളുടെ ഊഷ്മളത അവളുടെ വികാരങ്ങളെ ഉണർത്തുന്നു, ജീവിതത്തിൽ പുതിയ വഴികൾ തുറക്കുന്നു. സ്നേഹം ഒരടിത്തറയാണ്. അതൊരു സ്ത്രീയെ തൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് ആത്മവിശ്വാസത്തോടെ നടക്കാൻ പ്രേരിപ്പിക്കുന്നു. രണ്ടാമതായി, ബഹുമാനം. ഒരു സ്ത്രീയുടെ അഭിപ്രായങ്ങളും കഴിവുകളും ബഹുമാനിക്കപ്പെടുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരു പുതിയ ആത്മവിശ്വാസം ജനിക്കുന്നു. ഒരു സഹപ്രവർത്തകനോ കുടുംബാംഗമോ അവളുടെ ശബ്ദത്തിന് മൂല്യം നൽകുമ്പോൾ അവൾക്ക് തോന്നുന്നു, എൻ്റെ വാക്കുകൾക്കും ശക്തിയുണ്ട് എന്ന്. ഒരു യുവശാസ്ത്രജ്ഞയെ ഓർക്കുക, അവളുടെ ആശയങ്ങൾ ഒരു ടീം ശ്രദ്ധിച്ചപ്പോൾ അവൾ ഒരു വലിയ കണ്ടുപിടുത്തത്തിന് വഴിയൊരുക്കുന്നു. ബഹുമാനം ഒരു സ്ത്രീയെ അവളുടെ സ്വന്തം മൂല്യം തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഇതവളെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുന്നു, അവളുടെ വികാരങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ബഹുമാനം ലഭിക്കുമ്പോൾ ഒരു സ്ത്രീ തൻ്റെ കഴിവുകളിൽ വിശ്വസിക്കുകയും ലോകത്തിനു മുമ്പിൽ തൻ്റെ ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി, സുരക്ഷിതത്വം. സുരക്ഷിതമായ ഒരിടം ഒരു സ്ത്രീയുടെ മനസ്സിനെ സ്വതന്ത്രമാക്കുന്നു. ഒരു ബന്ധത്തിലോ ജോലിസ്ഥലത്തോ അല്ലെങ്കിൽ സമൂഹത്തിലോ വിശ്വാസം അനുഭവപ്പെടുമ്പോൾ അവളുടെ ഉള്ളിൽ ധൈര്യമുണരുന്നു. ഒരു യുവ സംരംഭകയെ ഓർക്കുക, അവളുടെ ടീമിൻ്റെ പിന്തുണയോടെ അവൾ ഒരു വിജയകരമായ ബിസിനസ് തുടങ്ങി ഭയമില്ലാതെ മുന്നോട്ടു പോകുന്നു. ഈ സുരക്ഷിതത്വം ഒരു സ്ത്രീയെ തൻ്റെ സ്വപ്നങ്ങൾ പിന്തുടരാൻ പ്രേരിപ്പിക്കുന്നു. വിശ്വാസം നൽകുന്ന ഒരു പരിസരം അവളുടെ ആത്മവിശ്വാസത്തെയും വികാരങ്ങളെയും ശക്തിപ്പെടുത്തുകയും എന്തും ചെയ്യാനുള്ള ധൈര്യവും തുറവിയും ലഭിക്കുകയും ചെയ്യുന്നു. തടസ്സങ്ങൾ മറികടക്കാൻ ശക്തി പകരുന്നു. സുരക്ഷിതമായ ഒരിടം ഒരു സ്ത്രീയെ അവളുടെ യഥാർത്ഥ ശക്തി കണ്ടെത്താനും വൈകാരികമായി പ്രതികരിക്കാനും സഹായിക്കുന്നു. നാലാമത്തെ ഘടകം, അംഗീകാരം. ഒരു സ്ത്രീയുടെ ശ്രമങ്ങൾ അംഗീകരിക്കപ്പെടുമ്പോൾ അവളുടെ മനോബലം ഉയരുന്നു. ഒരു നന്ദിയുടെ വാക്ക് അല്ലെങ്കിൽ നിന്റെ പ്രവൃത്തി അത്ഭുതകരമാണ് എന്ന വാക്ക് അവളുടെ ഹൃദയത്തെ വെളിച്ചം കൊണ്ട് നിറയ്ക്കുന്നു. ഒരധ്യാപകയെക്കുറിച്ച് ഓർക്കുക, വിദ്യാർത്ഥികളുടെ പ്രശംസ അവരെ കൂടുതൽ ഉത്സാഹത്തോടെ പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കും. അംഗീകാരം ഒരു സ്ത്രീയെ അവളുടെ കഴിവുകളിൽ വിശ്വസിക്കാൻ സഹായിക്കുന്നു. ഇതവളുടെ ഊർജത്തെ ഇരട്ടിപ്പിക്കുന്നു, പുതിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പ്രചോദനം നൽകുന്നു. ഒരു സ്ത്രീയുടെ വിജയങ്ങൾ ആഘോഷിക്കപ്പെടുമ്പോൾ അവൾ കൂടുതൽ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് നീങ്ങുന്നു. നിങ്ങൾ നൽകുന്ന അംഗീകാരത്തിൻ്റെ ഒരു വാക്ക് മതി അവളെ ഉണർത്തുവാൻ. എന്നാൽ അത് സുലഭമായി നൽകാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അവൾ നിങ്ങളുടെ സാമീപ്യത്തിൽ സന്തോഷവതിയും ഊർജ്ജസ്വലയുമായി മാറും. വാക്കുകൾ ഹൃദയങ്ങളെ ഒന്നിപ്പിക്കുന്നു. വികാരങ്ങൾ തുറന്നു പങ്കുവയ്ക്കാൻ ഒരിടം ലഭിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ മനസ്സ് ലഘുവാകുന്നു. ഒരു എഴുത്തുകാരിയെ ഓർക്കുക, തൻ്റെ സുഹൃത്തുക്കളുമായുള്ള തുറന്ന സംഭാഷണങ്ങൾ അവളെ പുതിയ ആശയങ്ങൾ എഴുതാൻ പ്രേരിപ്പിക്കുന്നു. ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ഇടയാക്കുന്നു. ഈ ആശയവിനിമയം ഒരു സ്ത്രീയെ അവരുടെ ഉള്ളിലെ ശക്തി കണ്ടെത്താൻ സഹായിക്കുന്നു. തുറന്ന സംഭാഷണങ്ങൾ വികാരങ്ങളെ ശക്തിപ്പെടുത്തുന്നു, പുതിയ സാധ്യതകളിലേക്ക് വഴി തുറക്കുന്നു. ഒരു സ്ത്രീ തൻ്റെ മനസ്സ് തുറക്കുമ്പോൾ അവളുടെ ഹൃദയം നിങ്ങളിലേക്ക് പകരപ്പെടുന്നു. ആറാമതായി, സ്വയാവബോധം. സ്വന്തം കഴിവുകളെ മനസ്സിലാക്കുന്നത് ഒരു സ്ത്രീയുടെ ഉള്ളിലെ ശക്തിയെ ഉണർത്തുന്നു.
സ്വയാവബോധം ഒരു സ്ത്രീയെ തൻ്റെ യഥാർത്ഥ സാധ്യതകൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഒരു കലാകാരിയെ ഓർക്കുക. തൻ്റെ കഴിവുകളിൽ വിശ്വാസം വരുമ്പോൾ അവൾ തൻ്റെ കലാസൃഷ്ടികളെ ലോകത്തിനു മുമ്പിൽ പ്രദർശിപ്പിക്കുന്നു. ഈ തിരിച്ചറിവ് ഒരു സ്ത്രീയെ ബുദ്ധിപൂർവമായി തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തിയാക്കുന്നു. സ്വന്തം ശക്തിയെ മനസ്സിലാക്കുമ്പോൾ ഒരു സ്ത്രീ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുന്നു, തൻ്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നു. സ്വയാവബോധം ഒരു വെളിച്ചമാണ്. അതൊരു സ്ത്രീയെ അവരുടെ യാത്രയിൽ വഴികാട്ടിയാക്കി മാറ്റുന്നു. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന വാക്കുകളും പിന്തുണയും സുലഭമായി നൽകൂ. അത് അവളുടെ ഹൃദയത്തെ ഉണർത്തും. ഏഴാമത്തെ ഘടകം തന്ത്രപരമായ ധൈര്യം. ധൈര്യവും ബുദ്ധിപൂർവമായ ചിന്തയും ഒരു സ്ത്രീയെ വെല്ലുവിളികളെ അതിജീവിക്കാൻ പ്രാപ്തിയാക്കുന്നു. ഒരു നേതാവിൻ്റെ കഥ ഓർക്കുക. സമൂഹത്തിൻ്റെ വിമർശനങ്ങളെ ബുദ്ധിപൂർവം നേരിട്ട് അവർ ഒരു പുതിയ മാറ്റത്തിന് തുടക്കമിടുന്നു. ഈ ധൈര്യം ഒരു സ്ത്രീയെ പുതിയ വഴികൾ കണ്ടെത്താൻ സഹായിക്കുന്നു. തന്ത്രപരമായ ധൈര്യം ഒരു സ്ത്രീയെ ഏത് തടസ്സങ്ങളും ഭയമില്ലാതെ മറികടക്കാൻ പ്രേരിപ്പിക്കുന്നു. ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവൾ തൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് കൂടുതൽ അടുക്കുന്നു. ഈ ധൈര്യം ഒരു സ്ത്രീയുടെ വികാരങ്ങളെ ശക്തിപ്പെടുത്തുന്നു, അവളെ അവളുടെ സ്വപ്നങ്ങളിലേക്ക് നയിക്കുന്നു. എട്ടാമത്തെ ഘടകം ലക്ഷ്യനിശ്ചയമാണ്. വ്യക്തമായ ലക്ഷ്യങ്ങൾ ഒരു സ്ത്രീയുടെ വികാരങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ഒരു വിദ്യാർത്ഥിനിയുടെ കഥ ഓർക്കുക. ഒരു ഡോക്ടറാകാനുള്ള ലക്ഷ്യം അവളെ കഠിനാധ്വാനത്തിന് പ്രേരിപ്പിക്കുന്നു. നിരവധി ജീവനുകൾ രക്ഷിക്കാൻ അവൾ പ്രാപ്തിയായി തീരുന്നു. ലക്ഷ്യനിശ്ചയം ഒരു സ്ത്രീയെ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് നയിക്കുന്നു. ഒരു ലക്ഷ്യം മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ വികാരങ്ങൾ ഒരു ശക്തമായ ഊർജമായി മാറുന്നു. ഈ ഊർജം അവളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കുന്നു. ലക്ഷ്യനിശ്ചയം ഒരു വഴികാട്ടിയാണ്. അതൊരു സ്ത്രീയെ തൻ്റെ യാത്രയിൽ ശക്തമായി നിലനിർത്തുന്നു. ചാണക്യന്റെ തന്ത്രങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു സ്ത്രീയെ വൈകാരികമായി ഉണർത്തുകയും നിലനിർത്തുകയും ചെയ്യുന്ന അതുല്യ ഘടകങ്ങൾ ഏതൊക്കെയെന്ന് നാം വിശകലനം ചെയ്തു കഴിഞ്ഞു. അത് സ്നേഹം, ബഹുമാനം, സുരക്ഷിതത്വം, അംഗീകാരം, ആശയവിനിമയം, സ്വയാവബോധം, ധൈര്യം, ലക്ഷ്യനിശ്ചയം. ഈ 8 ഘടകങ്ങൾ സ്ത്രീയുടെ ഉള്ളിലെ വികാരങ്ങളെ ശക്തിപ്പെടുത്തുന്നു. ഈ ഘടകങ്ങൾ ഓരോ സ്ത്രീയുടെയും ജീവിതത്തിൽ പുതിയ പ്രചോദനം പകരുന്നു. വില്ലേജ് ലൈറ്റിൻ്റെ ഈ എപ്പിസോഡ് ഒരു സ്ത്രീയുടെ മനസ്സറിയുവാനും അവളെ ഉണർത്തുവാനും മാനസികമായി ശാക്തീകരിക്കാനും സഹായകമായി തീരും. വീഡിയോ കണ്ട ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.